ിട്ടെങ്കിലും ലോകാടിസ്ഥാനത്തിൽ ഒന്നിച്ചു ചേർന്നിട്ടെങ്കിലും സമാനമായ ഒന്ന് ഇതാ ഞങ്ങളും കൊണ്ടുവന്നുവെന്ന് പറയാൻ ഇല്ല, ഇന്നേ വരെ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. അതാണ് ഖുർആനിന്റെ അജബ്, അതാണ് ഖുർആനിന്റെ അത്ഭുതം, അതാണ് ഖുർആനിന്റെ ഏറ്റവും വലിയ സവിശേഷമായി പഠിപ്പിക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആൻ ഒന്നുകൂടി പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. നമ്മുടെ അടിമക്ക് നാം അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ സംശയാലുക്കളാണോ? ഇത് ദൈവികമല്ല എന്ന്, ഇത് റബ്ബ് അവതരിപ്പിച്ചതല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ എങ്കിൽ കൊണ്ടുവരൂ. നിങ്ങൾ എന്തുകൊണ്ടുവരണം? സമാനമായ ഇതിനോട് തുല്യമാകുന്ന ഏതെങ്കിലും ഒരു നിലക്ക് ഇതിനോട് കിടപിടിക്കാവുന്ന ഒരധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. ഖുർആൻ മൊത്തം കൊണ്ടുവരാൻ വെല്ലുവിളിച്ചു, 10 അധ്യായം കൊണ്ടുവരാൻ വെല്ലുവിളിച്ചു. ഇനി അതൊന്നും കഴിയില്ലെങ്കിൽ ഒരു സൂറത്തെങ്കിലും ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ? വിശുദ്ധ ഖുർആനിൽ 3 ആയത്തുള്ള അധ്യായമുണ്ട്, 5 6 ആയത്തുള്ള അധ്യായങ്ങളുണ്ട്. പേരിലെങ്കിലും ഒരു 3 ആയത്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇതാ ഒരു അധ്യായം ഞങ്ങളും കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് പറയാൻ ഇല്ല, ലോകത്തൊരാൾക്കും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. വിശുദ്ധ ഖുർആൻ ആ വെല്ലുവിളി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുവെന്നർത്ഥം. അഥവാ വിശുദ്ധ ഖുർആനിന്റെ ഇജാസ്, വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത, വിശുദ്ധ ഖുർആനിന്റെ ആ അത്ഭുതം അതങ്ങനെ തന്നെ എല്ലാ കാലത്തെയും അത് ജയിച്ചുകൊണ്ട്, എല്ലാവരെയും മറികടന്നുകൊണ്ട്, എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നുവെന്നർത്ഥം. വിശുദ്ധ ഖുർആനിന്റെ പ്രതിപാദന ശൈലികൾ എങ്ങനെയാണ്, അതിന്റെ ഭാഷാ ഘടനകൾ എങ്ങനെയാണ്? അറബി സാഹിത്യത്തിലെ ഏറ്റവും ഉന്നതമായ സാഹിത്യത്തിന്റെ അങ്ങേ അറ്റമാണ് വിശുദ്ധ ഖുർആനിന്റെ ഓരോ പദപ്രയോഗങ്ങളും. എന്നെല്ലാം അറബി സാഹിത്യത്തിന് ഇന്നും നിയമങ്ങളും അതിനു വേണ്ട രീതികളും ആവിഷ്കരിച്ചു കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആനിന്റെ പ്രതിപാദന ശൈലികളിൽ നിന്നാണ് എന്നുള്ളത് അതിന്റെ ആ ഒരു വസ്തുതയ്ക്ക്, അതിന്റെ അത്ഭുതത്തിന് മാറ്റുകൂട്ടുന്നുവെന്ന് കൂടി കൂട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുക. ഇനി അതിന്റെ ഏതേത് ഭാഗമെടുത്താലും ശരി, കഴിഞ്ഞകാല ചരിത്രങ്ങൾ പറയുന്നിടത്ത് രക്ഷനായ പ്രവാചകനിലൂടെയാണല്ലോ ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. ആ പ്രവാചകർ കഴിഞ്ഞകാല അംബിയായിന്റെ, നൂഹ് നബിയുടെ, അല്ലാതെ പ്രതാദൻ നബിയുടെ ശേഷമുള്ള മറ്റു മുർസലീങ്ങളുടെ, അംബിയായിന്റെ കഴിഞ്ഞകാല തലമുറകളുടെ, ആദിന്റെ, സമൂദിന്റെ തുടങ്ങി ഒരുപാട് സമുദായങ്ങളുടെ ചരിത്രങ്ങൾ, അവിടെ കഥകൾ, അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്ര വസ്തുതകൾ വിശുദ്ധ ഖുർആൻ എണ്ണി പറയുമ്പോൾ ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ട് ഏതെങ്കിലും ഗവേഷണ ഫലമായി വിശുദ്ധ ഖുർആൻ കഴിഞ്ഞകാല ചരിത്രങ്ങളെ പറഞ്ഞെടുത്തില്ല ഒരു അബദ്ധമുണ്ട്, ഒരു വലിയ ഭീമാബദ്ധം സംഭവിച്ചിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇന്നേ വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. ഖുർആൻ എടുത്തു പറഞ്ഞ എത്രയെത്ര ചരിത്ര സംഭവങ്ങൾ, ഏതെല്ലാം രാജ്യങ്ങളെ കുറിച്ച്, ഏതെല്ലാം സമൂഹത്തെ കുറിച്ച്, ഏതെല്ലാം കഴിഞ്ഞകാല ആളുകളെ കുറിച്ചുള്ള എന്തെല്ലാം പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. വരാനിരിക്കുന്ന ഭാവി കാര്യങ്ങൾ പലതും ഖുർആൻ പ്രവചിച്ചുവല്ലോ. ഗൈബിയായ വിഷയങ്ങൾ, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പലതും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവയൊക്കെ പലതും പുലർന്നു കഴിഞ്ഞു, ബാക്കിയുള്ളത് പുലരുമെന്ന് നാം വിശ്വസിക്കുന്നു. ആ രംഗത്തെങ്കിലും അന്ന് ഖുർആൻ പറഞ്ഞു വെച്ച ഒന്നിന് എതിരായി പിന്നൊന്നുണ്ടായി. ഇതാ ആ ഖുർആൻ പറഞ്ഞ പ്രയോഗം തെറ്റായി പോയല്ലോ, അത് പുലരാതെ പോയല്ലോ, അത് വിരുദ്ധമായിട്ടാണല്ലോ പുലർന്നത് എന്ന് പറയാൻ ഇല്ല, സാധ്യമല്ല എന്നർത്ഥം. ഇനി ഖുർആൻ താക്കീതുകൾ നോക്കുക, അതിന്റെ വഅദും വഈദും, അതിന്റെ താക്കീതുകളും അതിന്റെ ആ നിലക്കുള്ള ഓഫറുകളുമൊക്കെ പരിശോധിച്ച് നോക്കുക. അവിടെയും കാണാം ഖുർആനിന്റെ ആ അത്ഭുതകരമായ രീതി. അഥവാ ഒരു താക്കീതാണെങ്കിൽ ആരോടാണോ താക്കീത്, ആരിലേക്കാണോ തിരിച്ചുവിടുന്നത്, ആ ആളുകളുടെ മനസ്സിനെ ഇളക്കുന്ന രൂപത്തിൽ, ആ ആളുകൾക്ക് തീർച്ചയായും ഒരു തിരിച്ചറിവിന് ഉതകുന്ന വിധത്തിലുള്ള താക്കീതുകൾ, പദപ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ. സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ, നരകത്തെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടാവുന്ന രൂപത്തിൽ ചെറിയ പദങ്ങളിൽ വളരെ സംക്ഷിപ്തമായി മൂജസായി കൊണ്ട് ഖുർആൻ അത് പറഞ്ഞു. സ്വർഗവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഖുർആന്റെ ശൈലി കാണാം. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഫലാ തഅലമു നഫ്സുൻ, ഒരാൾക്കും അറിയില്ല, എന്തറിയില്ല, അവർക്ക് എന്താണ് അവിടെ മറച്ചു വെച്ചിരിക്കുന്നത്, അവർക്ക് വേണ്ടി തയ്യാറാക്കി അവർക്ക് അവിടെ സംവിധാനിച്ചു വെച്ചത് എന്താണ് എന്ന്
ഒരാൾക്കും അറിയില്ല എന്ന ആ പ്രയോഗത്തിന്റെ വിശാലത സഹോദരന്മാരെ ഹദീസിൽ വിശദീകരിക്കപ്പെട്ടുവല്ലോ. ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ മനസ്സിലും സങ്കല്പിക്കാത്തത് സംവിധാനിച്ചിരിക്കുന്നുവെന്ന് ഹദീസിൽ വിശദീകരണമായി പറയുകയും ചെയ്തു. അതെ, ഒരാൾക്കും അറിയില്ല എന്ന ആ പ്രയോഗം ലോകത്ത് എത്രയെത്ര മനുഷ്യന്മാർ ജീവിച്ചു പോയി. സങ്കല്പങ്ങൾ എത്രയാണ് സഹോദരന്മാരെ. നമ്മുടെ പിതാക്കന്മാർ പ്രപിതാക്കന്മാർ കാണാത്ത പലതും നമ്മളൊക്കെ കണ്ടു, അവർ കേൾക്കാത്ത പലതും നമ്മളൊക്കെ കേട്ടു. 100 കൊല്ലം മുമ്പ് ജീവിച്ച മനുഷ്യന്മാർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത എത്രയോ കാര്യങ്ങൾ ഇന്ന് മനുഷ്യന്മാർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നു. അറ്റമില്ലാത്ത സങ്കല്പങ്ങൾ ഇന്ന് മനുഷ്യന് സങ്കല്പിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു 50 കൊല്ലം കഴിഞ്ഞ്, ഒരു 100 കൊല്ലം കഴിഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ ആ മനുഷ്യന്മാരുടെയൊക്കെ ആ തലമുറകളുടെയൊക്കെ സങ്കല്പങ്ങൾ എത്രയായിരിക്കും സഹോദരങ്ങളെ. എങ്കിൽ ഒരു മനുഷ്യന്റെയും മനസ്സിൽ സങ്കല്പിക്കാത്തതാണ് റഹ്മാനായ റബ്ബ് തന്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എന്ന് പറയുമ്പോൾ ഖുർആൻ ഒറ്റ പ്രയോഗം, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. അവർക്ക് വേണ്ടി റഹ്മാനായ റബ്ബ് സംവിധാനിച്ച് അവിടെ ഒളിപ്പിച്ചു വെച്ച, മറച്ചു വെച്ച ഖുർറത്തു അഅ്യുൻ, കൺകുളിർമ, അതൊരാൾക്കും അറിയില്ല എന്ന ആ പ്രയോഗത്തിലൂടെ അതിന്റെ വിശാലത എത്ര ആലോചിച്ചാലും പിടുത്തം കിട്ടാത്ത, എത്ര സങ്കല്പിച്ചാലും അതിനെല്ലാം അതീതമായ വല്ലാത്ത സുഖ സൗകര്യങ്ങൾ ആ ലോകത്തുണ്ട് എന്ന ആ സൂചന. അതേപോലെ ഖുർആൻ പറഞ്ഞത് വഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസ് വതലദ്ദുൽ അഅ്യുൻ വഅൻതും ഫീഹാ ഖാലിദൂൻ. സമാനമായ പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആൻ സ്വർഗ്ഗവുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചത്, നരകവുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചതും സമാനമായി തന്നെയാണ്. അവിടെയൊക്കെ ആ പദങ്ങളിൽ അതിന്റെ വശ്യതയുണ്ട്, ആശയങ്ങളിൽ അതിന്റെ വശ്യതയുണ്ട്. ഇനി പലായന വിഷയത്തിലേക്ക് കടന്നാലോ, പദ്യമാണോ അല്ല, ഗദ്യമാണോ അതുമല്ല എന്ന് പറയാവുന്ന രൂപത്തില്, പദ്യവും ഗദ്യവുമല്ലാത്ത രൂപത്തില് വല്ലാത്ത സൗന്ദര്യമുള്ള ഒരു പാരായണം സുന്ദരമായി ഓതാൻ കഴിയുന്ന ആളുകൾ ഓതുമ്പോൾ തീർച്ചയായും കേട്ടുനിന്ന് പോകുന്നതാണല്ലോ ഖുർആനിന്റെ ശൈലി. മക്കയിലെ മുസ്ലിക്കുകൾ, മക്കയിലെ ഇസ്ലാമിലെ ശത്രുക്കൾ, അവിശ്വാസികളായ ആളുകൾ അവർ പോലും സ്വകാര്യമായി വന്ന് പ്രവാചകരുടെ സ്വഹാബിമാരുടെയൊക്കെ വീടിന് പുറത്ത് രാത്രി സ്വകാര്യമായി വന്നു നിന്ന് ആ ഖുർആനിന്റെ പാരായണം കേൾക്കുമായിരുന്നുവെന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുവല്ലോ. പ്രവാചകൻ പോലും സ്വഹാബിമാരോട് പലരോടും പറഞ്ഞത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, ഒന്ന് ഓതിത്തരൂ, ഞാനൊന്ന് കേൾക്കട്ടെ, ഒന്ന് ഖുർആൻ ഓതൂ, ഞാനൊന്ന് കേൾക്കട്ടെ. സ്വഹാബിമാർ ചോദിക്കുമായിരുന്നു, പ്രവാചകരെ താങ്കൾക്ക് ഞങ്ങൾ ഓതിത്തരികയോ, താങ്കൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്? അതെ, ഇറങ്ങിയത് എനിക്ക് തന്നെയാണ്, പക്ഷേ ഞാനല്ലാത്തവരിൽ നിന്ന് അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വഹാബത്തിനോട് ഖുർആൻ ഓതാൻ പറഞ്ഞ, എന്നിട്ടത് കേട്ടുനിന്ന ആശയങ്ങൾ ആലോചിച്ച് വചനങ്ങൾ ഓതിപ്പോകുമ്പോൾ അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതേക്കുറിച്ച് ചിന്തിച്ച് കരയുന്ന പ്രവാചകരെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. സുന്ദരമായി ഓതുന്ന സ്വഹാബിമാരെ, അബൂബക്കർ സിദ്ദീഖിനെ പോലുള്ള, ഇബ്നു മസ്ഊദിനെ പോലുള്ള റളിയല്ലാഹു അൻഹുമാ സ്വഹാബിമാർ സുന്ദരമായി ഖുർആൻ ഓതിയതിനെ ചരിത്രങ്ങളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ നമുക്ക് സാധിക്കുന്നു. അവിടെയൊക്കെ എതിരാളികൾ പോലും ഖുർആനിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും, ഖുർആനിന്റെ എതിരാളികൾ പോലും ആ ഖുർആനിന്റെ വശ്യത അവരും അംഗീകരിച്ചുവല്ലോ. അതുകൊണ്ടാണല്ലോ അവർ പ്രഖ്യാപിച്ചത് ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേട്ടുപോകരുത് എന്ന് അവർ പ്രഖ്യാപിച്ചു. എന്തേ? കേട്ടാൽ വല്ലാത്തൊരു വശ്യതയുണ്ട്, കേട്ടാൽ വല്ലാത്തൊരു സ്വീകാര്യതയുണ്ട്, വല്ലാത്തൊരു ആനന്ദമുണ്ട്. അതൊരു പക്ഷേ മനസ്സിനെ ബാധ്യ ചിന്തിപ്പിച്ചുകൂടായില്ല. അതുകൊണ്ട് ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുതേ എന്ന് ആ മക്കയിലെ നേതാക്കന്മാർ, മക്കയിലെ ബഹുദൈവാരാധകന്മാരുടെ, മക്കയിലെ മുസ്ലിക്കുകളുടെ നേതാക്കന്മാർ അനുയായികൾക്ക് നിർദ്ദേശം നൽകിയത് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു കാണിക്കുന്നുവല്ലോ. കേൾക്കുന്നതെന്ന് മാത്രമല്ല, നിങ്ങളതിന് ലഘുവുണ്ടാക്കണം, നിങ്ങളതിന് ശബ്ദകോലാഹലം ഉണ്ടാക്കണം. ഖുർആൻ ഓതുമ്പോ ശബ്ദമുണ്ടാക്കണമെന്നാണ്, ഉച്ചയും ബഹളം ഉണ്ടാക്കണമെന്നാണ്. എന്തേ കാരണം? ആ ഖുർആൻ പാരായണം കേട്ടാൽ ഒരു പക്ഷെ ചില മനസ്സുകൾക്ക് സ്വാധീനമുണ്ടാകാം, മാറാം. എന്നിട്ടും മാറിയല്ലോ സഹോദര, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും മാറിയല്ലോ. എത്രയെത്ര സ്വഹാബിമാർ ഖുർആനെതിരെ ശക്തമായി നിലപാടെടുത്തവർ, ഖുർആനിന്റെ അനുയായികൾക്കെതിരെ ശക്തമായി നിലപാടെടുത്തവർ, ചില വചനങ്ങൾ കേട്ടപ്പോൾ, ചില ആയത്തുകൾ കേട്ടപ്പോൾ അതുമല്ലാത്ത സ്വാധീനമുണ്ടായി, മനസ്സിനെ ഒന്നാകെ പിടിച്ചുകുലുക്കി. എന്റെ കാര്യം ഖുർആന്റെ ആ ശൈലിയാണ്, ഖുർആന്റെ അവസ്ഥയാണ്, ഖുർആന്റെ ചോദ്യങ്ങളാണ്, ഉത്തരം
ഉത്തരം മുട്ടിപ്പോകുന്ന, ഒന്നും പറയാൻ കഴിയാത്ത വിധം ഉത്തരം മുട്ടിപ്പോകുന്ന ചോദ്യങ്ങൾ, അതിന്റെ പരാമർശങ്ങൾ, എന്തു പറയണമെന്നറിയാതെ അവസാനം റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില എന്ന് റഹ്മാനായ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കി പ്രഖ്യാപിക്കുന്നത് പോലെ ആ ഖുർആനിന്റെ ശൈലി കേട്ട് പ്രഖ്യാപിച്ച് റബ്ബിലേക്ക് സത്താംഗം ചെയ്യുന്ന, ഷഹാദത്ത് പ്രഖ്യാപിക്കുന്ന മുസ്ലിമീങ്ങളായി വരുന്ന സാഹചര്യം ഉണ്ടായല്ലോ. എല്ലാ കാലഘട്ടങ്ങളിലും വിശുദ്ധ ഖുർആൻ ആ ഖുർആനിലെ വിവിധങ്ങളായ അത്ഭുതങ്ങളെ സൂചിപ്പിക്കുന്ന രൂപത്തിൽ ഖുർആനിന് ധാരാളം നാമങ്ങൾ, ഒട്ടനവധി പേരുകൾ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ പേരുകളുമായി ബന്ധപ്പെട്ട് ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ ആ ഖുർആനിന്റെ അത്ഭുതം ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ധാരാളം നാമങ്ങൾ, വിശിഷ്ടങ്ങളായ ഒട്ടനവധി പേരുകൾ വിശുദ്ധ ഖുർആനെ കുറിച്ച് പരാമർശിക്കുന്നു. ഹദീസിലും ഖുർആനെ കുറിച്ച് പരാമർശിക്കുന്നു. ആ പേരുകളുടെ അർത്ഥതലം ആലോചിക്കുമ്പോൾ ആ പേരുകൾ എത്ര കണ്ട് ഖുർആനിന്റെ ആശയവുമായി, ആ പേരുകൾ എത്ര കണ്ട് ഖുർആനിന്റെ യാഥാർത്ഥ്യവുമായി അത് പൊരുത്തപ്പെടുന്നുവെന്ന് നമുക്കവിടെ കൃത്യമായി ബോധ്യപ്പെടും. ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു, അതേ കിതാബാണെന്ന് പറഞ്ഞു, ഖുർആനാണെന്ന് പറഞ്ഞു, ഫുർഖാനാണെന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ഫുർഖാനാണ്. എന്താണ് ഫുർഖാൻ? മുഫസ്സിറുകൾ വിശദീകരിച്ചു. ഈ പേര് വരാൻ കാരണം ലിഅന്നഹു യുഫർഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ വൽ ഹലാൽ വൽ ഹറാം, ഹലാലും ഹറാമും വേർതിരിക്കുന്നത്, ഹഖും ബാത്തിലും വേർതിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ. ഹക്കായി പറഞ്ഞ ഒന്ന് അത് ഹക്കല്ലെന്ന് പറയാൻ ലോകത്തിന്നേ വരെ ഒരാൾക്ക് സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ ബാത്തിലായി പറഞ്ഞ ഒന്ന് അത് ബാത്തിലല്ലെന്ന് പറയാൻ ലോകത്തിന്നേ വരെ ഒരാൾക്ക് സാധിച്ചിട്ടില്ല. വിശ്വാസരംഗത്താവട്ടെ, ആചാരങ്ങളിലാവട്ടെ, കർമ്മങ്ങളിലാവട്ടെ, സംസ്കാരങ്ങളിലാവട്ടെ, ഏതൊരു മേഖലയാവട്ടെ, ഇന്ന കാര്യം ബാത്തിലാണ് എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാത്തിലല്ല, അത് ഹക്ക് തന്നെയാണ്, അത് ഹക്ക് തന്നെയാണ് എന്ന് പറയാൻ ലോകത്തിനെ വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. അതിന്റെ ഏതേത് സമീപനം എടുത്താലും ശരി, സാമ്പത്തിക മേഖലയാണെങ്കിലും, ദാമ്പത്യ മേഖലയാണെങ്കിലും, അയൽപക്ക മര്യാദയാണെങ്കിലും, സാമൂഹ്യ രീതിയാണെങ്കിലും, രാഷ്ട്രീയ കാഴ്ചപ്പാടാണെങ്കിലും, അവിടെ ഇങ്ങോട്ട് ഏതേത് മേഖലയിലും വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു ചെറിയ വിഷയമെങ്കിലും എടുത്തുകൊണ്ട് ആ വിഷയത്തിന് ഖുർആൻ പറഞ്ഞത് ശരിയായില്ല, ഖുർആന്റെ സാമ്പത്തിക രംഗത്തെ ആ സമീപനം അത് ശരിയായില്ല, ഈ കാലഘട്ടത്തിലേക്ക് അത് അനുയോജ്യമല്ല എന്ന് കൃത്യമായി കാര്യകാരണ സഹിതം, തെളിവ് സഹിതം, ന്യായപ്രകാരം അത് തെളിയിക്കാൻ, അത് വാദിക്കാൻ ആർക്കാ സഹോദരന്മാരെ സാധിച്ചത്? ന്യായങ്ങൾ പലരും പറയുന്നുണ്ടാകാം, വിമർശനങ്ങൾ പലരും പറയുന്നുണ്ടാകാം. പക്ഷേ ഖുർആൻ മുന്നോട്ട് വെച്ച ഒരു രീതി, ആ രീതി അത് ശരിയായില്ലെന്ന് പറഞ്ഞ് ഒരു ബദൽ അവതരിപ്പിക്കുവാൻ ആർക്കാ സഹോദരന്മാരെ സാധിച്ചത്? സാധ്യമല്ല എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ തന്നെ പ്രവാചകനോട് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടുവല്ലോ. ആ മക്കയിലെ മുശ്രിക്കീങ്ങൾ തൗറാത്തിന്റെ മഹത്വം പറഞ്ഞ, തൗറാത്തിനെയും ഖുർആനെയും കുറിച്ചുള്ള വിമർശനം പറഞ്ഞപ്പോ അതിനെ ഒന്നിച്ചു പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ നബിയോട് പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ഫഅ്തു ബികിതാബിൻ മിൻ ഇൻദില്ലാഹ് ഹുവ അഹ്ദാ മിൻഹുമാ അത്തബിഉഹു ഇൻ കുൻതും സ്വാദിഖീൻ. ഈ കിതാബ് നിങ്ങൾക്ക് പോരായെങ്കിൽ, ഈ കിതാബ് നിങ്ങൾക്ക് സ്വീകാര്യമല്ല എങ്കിൽ, ഈ കിതാബ് ശരിയായ കിതാബ് ആയില്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ, ഇതിനേക്കാളും ഹിദായത്തുള്ള, ഇതിനേക്കാൾ മാർഗദർശനമുള്ള, ഇതിനേക്കാൾ നല്ല വഴി ഖുർആൻ ഹക്കായി പറഞ്ഞൊരു കാര്യം ഹക്കല്ലെന്ന് സ്ഥാപിക്കുവാനോ, ബാത്തിലാണ് എന്ന് ഖുർആൻ പറഞ്ഞൊരു കാര്യം ബാത്തിലല്ല, അതാണ് ഹക്കെന്ന് സ്ഥാപിക്കാനോ ഒരാൾക്കും സാധ്യമല്ല എന്നർത്ഥം. ഖുർആൻ ഹലാലായി പറഞ്ഞ സംഗതിയെ എന്തിന് അത് ഹലാലാക്കി, അത് ഹറാമാക്കേണ്ടതായിരുന്നു എന്ന് പറയാൻ ഇല്ല, ഒരാൾക്കും സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ ഹറാമായി പറഞ്ഞ, നിഷിദ്ധമായി പറഞ്ഞ ഒന്ന് വ്യഭിചാരമാകട്ടെ, പലിശയാകട്ടെ, മദ്യപാനമാകട്ടെ, ചൂതാട്ടങ്ങളാവട്ടെ, ഏതാണെങ്കിലും ശരി, വിശുദ്ധ ഖുർആൻ ഹറാമാണെന്ന് പറഞ്ഞ, നിഷിദ്ധമാണെന്ന് പറഞ്ഞ ഒരു സംഗതിയെ അത് നിഷിദ്ധമാക്കേണ്ടതായിരുന്നില്ല, അത് അനുവദിക്കേണ്ടതായിരുന്നുവെന്ന് പറയാൻ ഇല്ല സഹോദരന്മാരെ, ഒരാൾക്കും സാധ്യമല്ല. ഖുർആൻ ഫുർഖാനാണ്, സത്യാസത്യങ്ങളെ വേർതിരിക്കുന്ന ഗ്രന്ഥമാണ്. അത് വേർതിരിച്ചു കഴിഞ്ഞാൽ സത്യമായി പഠിപ്പിച്ചത് അതാണ് സത്യം, അത് മാത്രമാണ് സത്യം. ഖുർആൻ അസത്യമായി പറഞ്ഞത് അത് എല്ലാ കാലത്തും അസത്യം തന്നെയാണ്. നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴോ, സഹസ്രാബ്ദങ്ങൾ പിന്നിടുമ്പോഴോ ആ ഒരു അധ്യാപനം ഈ കാലഘട്ടത്തിലേക്ക്, ഈ നാട്ടിലേക്ക് അത് അനുയോജ്യമായില്ല എന്ന് പറയാൻ സാധ്യമല്ലാത്ത വിധം അത് മുഴച്ചു നിൽക്കുന്നു, അത് മികച്ചു നിൽക്കുന്നുവെന്നർത്ഥം. അതേപോലെ ഖുർആനെ കുറിച്ച് പറഞ്ഞു, ദിക്റാണ്, ഉത്ബോധനമാണെന്ന് പറഞ്ഞു. ദിക്ർ എന്നും ദിക്റ എന്നും തദ്കിറ എന്നുമുള്ള പേരുകൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേ വിശദീകരിച്ച മുഫസ്സിറുകൾ പറഞ്ഞത്
ദിക്റാണ്, ഉത്ബോധനമാണ്. അതോടൊപ്പം വശറഫുൻ വഫഖറുൻ ലിമൻ ആമന ബിഹി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ആ നബിയുടെ ഉമ്മത്തുകൾക്കും അഥവാ ഈ ഖുർആൻ വിശ്വസിച്ച മുഅ്മിനീങ്ങളായി വന്ന ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അതൊരു ശറഫാണ്. ഖുർആൻ ഒരു സ്ഥാനമാണ്, അതൊരു ഫഖറാണ്, അവർക്ക് അഭിമാനമാണ്. വിശുദ്ധ ഖുർആൻ എന്നത് അഭിമാനം കൊള്ളാവുന്ന ഗ്രന്ഥമാണ്, അത് സ്ഥാനമാണ്, അത് അലങ്കാരമാണ്, അത് ശറഫാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. അതേപോലെ ഉപദേശമാണ് എന്ന് പറഞ്ഞു. കേവലം ഉപദേശമല്ല, വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുത്തത് യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിൽ നിന്നുള്ള മൗഇദത്ത്, രക്ഷിതാവിൽ നിന്നുള്ള ഉപദേശമിത നിങ്ങൾക്ക് വന്നിരിക്കുന്നുവെന്നാണ്. ഉപദേശം നൽകുന്നവൻ റബ്ബാണ്. ഗ്രന്ഥമാകട്ടെ മൗഇദത്തുമാണ്, റബ്ബിന്റെ ഉപദേശമാണല്ലോ അടിമകൾക്ക് ആവശ്യം, ഉടമയുടെ ഉപദേശമാണല്ലോ അടിമകൾക്ക് ആവശ്യം. അതെ, ആ റബ്ബാണ് ഈ മൗഇദത്ത് ഇറക്കുന്നവൻ. ആ ഗ്രന്ഥം തന്നെ മൗഇദത്താണ്, ഗ്രന്ഥം തന്നെ ഉപദേശമാണ്. ഏറ്റുവാങ്ങിയത് പ്രവാചകരാണ് താനും. പ്രവാചകൻ ഏറ്റുവാങ്ങിയ റഹ്മാനായ റബ്ബ് അവതരിപ്പിച്ച മൗഇദത്താണ്, സതുപദേശമാണ് ഖുർആൻ എന്നർത്ഥം. എല്ലാ അർത്ഥത്തിലും ഉപദേശം ഉൾക്കൊള്ളാൻ എല്ലാ അർത്ഥത്തിലും പര്യാപ്തമാണ് ഖുർആൻ എന്ന് ചുരുക്കം. അതേപോലെ ശിഫയാണ്, ശമനമാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ശിഫയാണ് ഖുർആൻ. ഏതർത്ഥത്തിലാണ് ശിഫ? വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നു. ഏതർത്ഥത്തിലെടുത്താലും ആ ഖുർആൻ ശിഫ തന്നെയാണ്. മൊത്തത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ആ ഖുർആൻ എന്നത് മനസ്സിലുണ്ടാകുന്ന രോഗങ്ങൾക്ക്, നിഫാഖ് അടക്കമുള്ള, കുഫ്ർ അടക്കമുള്ള, ശിർക്ക് അടക്കമുള്ള രോഗങ്ങൾക്ക് ഖുർആൻ ശമനമാണ് എന്നാണ്. ശിർക്കിന്റെ വഴിയെ പോകുന്നുവെങ്കിൽ, റബ്ബല്ലാത്തവരെ ആരാധിക്കുന്ന, റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ദർഗയിൽ പോയി പ്രാർത്ഥിക്കുന്ന, സിദ്ധന്റെയും ബീബിയുടെയും ബാബയുടെയും ഹോജന്റെയും തങ്ങളുടെയും ശൈഖിന്റെയും പിന്നാലെ പോയി അവരോട് സങ്കടം പറയുന്ന റഹ്മാനായ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണോ ഒരു മനുഷ്യൻ, എങ്കിൽ അവന്റെ ശമനം വിശുദ്ധ ഖുർആനിലുണ്ട്. ഖുർആനിന്റെ വചനങ്ങൾ ഓതി പഠിക്കുന്ന ഒരാൾക്ക്, വിശുദ്ധ ഖുർആൻ അധ്യാപനങ്ങൾ ഓതി കേൾക്കുന്ന ഒരാൾക്ക്, ഖുർആനിക അധ്യാപനങ്ങളുടെ കടന്നു പോകുന്ന ഒരാൾക്ക് ഇല്ല, തന്റെ റബ്ബിലേക്കല്ലാതെ മറ്റൊരാളിലേക്ക് കൈ ഉയർത്താൻ സാധ്യമല്ല, തന്റെ റബ്ബിലേക്കല്ലാതെ മറ്റൊരുത്തനിലേക്ക് മനസ്സുതിരിക്കാൻ സാധ്യമല്ല. എത്ര പ്രയാസങ്ങൾ വന്നാലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഒന്നേ പിറകെ ഒന്നായി വന്നാലും ശരി, എനിക്ക് എന്റെ റബ്ബ് മതി, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ റബ്ബിലേക്ക് മടങ്ങാനാണ് ആ ഖുർആൻ അവന് പ്രചോദനമേകുക. അതേപോലെ നിഫാഖിൽ നിന്ന്, കാപ്പറ്റത്തിൽ നിന്ന്, കുഫറിൽ നിന്ന്, എല്ലാത്തരം ശക്തിയിൽ നിന്നുമുള്ള ശമനമാണ് എന്നർത്ഥം. മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു, വബിൽ ഖുർആനി യസൂലു കുല്ലു ശക്കിൻ അനിൽ ഖൽബി, ഖൽബിലുള്ള എല്ലാ ശക്കും നീങ്ങാൻ, ഖൽബിലുള്ള എല്ലാ സംശയങ്ങളും നീങ്ങാൻ, റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള എന്തെല്ലാം സംശയങ്ങൾ അവനുണ്ടോ ആ സംശയങ്ങളൊക്കെയും ദൂരീകരിക്കാൻ ഖുർആൻ മാത്രം മതി. അതേ ഖുർആൻ ശിഫയാണ്, അതൊരു ശമനമാണ്, അത് ശിഫയാണ് എന്നർത്ഥം. ആ ശിഫ സ്വീകരിക്കാൻ സാധിക്കണമെന്ന് മാത്രം. അതേപോലെ വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലങ്ങളിൽ ഏതെല്ലാം ശൈലികളിൽ ഖുർആൻ പരിചയപ്പെടുത്തി. റൂഹാണെന്ന് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ റൂഹാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ശൂറയിൽ 52-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നു. ഖുർആൻ റൂഹാണ്. എന്താ സഹോദരന്മാർ, റൂഹ് പരിചയമുള്ള പദമാണല്ലോ നമുക്ക് റൂഹ് എന്നത്. വിശുദ്ധ ഖുർആൻ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ റൂഹ് എന്ന പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട്. അതേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് റൂഹ് എന്ന പ്രയോഗം കാണാം. അതേ റൂഹുൽ അമീൻ എന്ന പ്രയോഗം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയല്ലോ. അതേ പ്രയോഗം എന്തിന് ഖുർആൻ പരിചയപ്പെടുത്തി റൂഹ് എന്ന പ്രയോഗം മുഫസ്സിറുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതർത്ഥത്തിലാണ് ഖുർആൻ റൂഹാകുന്നത്? അവർ വിശദീകരിച്ചത് വിശുദ്ധ ഖുർആൻ റൂഹാകുന്നത് എങ്ങനെയെന്നോ അവർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു. ഒന്നവരെ പറഞ്ഞത് ലിഅന്നഹു സബബുൻ ലിഹയാത്തിൽ അർവാഹി, മനുഷ്യന്റെ റൂഹുകൾക്ക്, മനുഷ്യന്റെ ആത്മാക്കൾക്ക് ജീവൻ വെക്കാൻ, ചത്തുപോയ ആത്മാക്കള് സജീവമായി മാറാൻ, നിർജീവമായ മനുഷ്യന്റെ ആത്മാക്കൾക്ക് ജീവൻ കിട്ടാൻ ഖുർആൻ പര്യാപ്തമാണ് എന്നാണ്. ചത്തൊടുങ്ങിപ്പോയ ജനതയെ രണ്ടാമത് ജീവിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ കൊണ്ടാണല്ലോ. ആ അറേബ്യൻ സാഹചര്യത്തിൽ അതേ സംസ്കാരമറിയാത്ത, ജീവിതമറിയാത്ത, ജീവിതത്തെ കുറിച്ച് കാഴ്ചപ്പാടില്ലാതെ പൂർണ്ണമായും ചത്തൊടുങ്ങിപ്പോയ, മനസ്സ് ചത്ത ആ മനുഷ്യന്മാരെ രണ്ടാമത് ജീവിപ്പിച്ചു കൊണ്ടുവന്നത്, സജീവമാക്കി കൊണ്ടുവന്നത് കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് എന്ന് പറഞ്ഞ ദലാലും മുബീനിലായ അങ്ങേയറ്റം പഴിച്ചുപോയ ജനതയെ ഖൈറു ഉമ്മത്താക്കി, ഏറ്റവും ഉത്തമമായ സമൂഹമെന്ന് ഖുർആൻ എടുത്തു പറഞ്ഞ ആ ഒരു നിലവാരത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവന്നത്, അവിടെ ആത്മീയമായി
അവർക്ക് വീര്യം നൽകിയത്, ആത്മീയമായ പ്രചോദനമേകിയത്, ആത്മീയമായി സജീവത ഉണ്ടാക്കിയത്, അവർക്ക് ജീവൻ നൽകിയത് വിശുദ്ധ ഖുർആനായിരുന്നു എന്നർത്ഥം. ആ ഖുർആൻ റൂഹ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തത് ആ തരത്തിലാണ് എന്ന് ഖുർആൻ വിശദീകരിച്ച പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. അതേപോലെ ബസായിറാണ് എന്ന് ഖുർആൻ പറഞ്ഞു. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഓരോ നാമങ്ങളെയും പരിശോധിക്കുമ്പോൾ എത്ര കണ്ട ഖുർആനിന്റെ അമാനുഷികത, എത്ര കണ്ട ഖുർആനിന്റെ ദൈവികതയുണ്ട് എന്ന് നമുക്കിവിടെ ബോധ്യമാവുകയാണ്. ബസായിറാണ്, ഉൾക്കാഴ്ചയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു. അതെ, കണ്ണിന്റെ സ്ഥാനം പറയേണ്ടതില്ല. തെറ്റായ വഴിയിൽ നിന്ന് ശരിയായ വഴിയെ മനസ്സിലാക്കാൻ, വഴിയിലെ പ്രയാസങ്ങൾ, വിപത്തുകൾ, ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയാൻ കണ്ണിൽ തന്നെ സഹായിക്കുന്നുവെങ്കിൽ ആ കണ്ണിന്റെ സ്ഥാനത്താണ് വിശുദ്ധ ഖുർആൻ എന്നർത്ഥം. വഴികാട്ടിയായി ജഹാലത്തിലൂടെ നീങ്ങുന്ന, ദലാലത്തിലൂടെ പോകുന്ന, വഴിയറിയാത്തവനായ മനുഷ്യർക്ക് വെളിച്ചമേകാനുള്ള കണ്ണാണ് ഈ ഖുർആൻ. ആ സ്ഥാനത്താണ് ഈ ഖുർആൻ എന്നും മാത്രമല്ല നൂറാണ്, പ്രകാശമാണ് എന്നും വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നു. അതേ, പ്രകാശമാണ് ഖുർആൻ. എല്ലാ അർത്ഥത്തിലും ഖുർആൻ പ്രകാശമാണ്. നൂർ എന്ന പ്രയോഗം വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച സന്ദർഭങ്ങളൊക്കെ പരിശോധിച്ചാൽ വല്ലാത്തൊരു അമാനുഷികത നമുക്കവിടെ ബോധ്യപ്പെടുകയാണ്. അള്ളാഹിനെ കുറിച്ച് ഖുർആൻ നൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന വചനങ്ങൾ സൂറത്തുൻ നൂർ എന്ന അധ്യായം തന്നെ ഖുർആൻ പരിചയപ്പെടുത്തിയല്ലോ. റഹ്മാനായ റബ്ബ് നൂറാണ്, പ്രകാശമാണെന്ന് പറഞ്ഞു. ഖുർആനെ കുറിച്ചും ആ പ്രവാചകനോടൊപ്പം അവതരിപ്പിച്ച പ്രകാശത്തെ പിൻപറ്റുക എന്ന പ്രയോഗം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അവിടെ ഖുർആനെ കുറിച്ച് നൂറെന്ന് പറഞ്ഞു. ഇറക്കിയ റബ്ബ് നൂറാണ് എന്നർത്ഥം, ഇറങ്ങിയ ഗ്രന്ഥവും നൂറാണ് എന്നർത്ഥം. ഇറക്കിയ റബ്ബ് അവൻ നൂറാണ്, ഇറങ്ങിയ ഈ ഗ്രന്ഥമാകട്ടെ അതും വെളിച്ചമാണ്, അതും പ്രകാശമാണ്. മാത്രവുമല്ല വിശുദ്ധ ഖുർആൻ ദീനിനെ കുറിച്ചും നൂർ എന്ന പ്രയോഗം പരിചയപ്പെടുത്തി കാണാൻ കഴിയും. റഹ്മാനായ റബ്ബിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുന്നുവെന്ന പ്രയോഗത്തിലെ നൂറ് ദീനാണ്, ഇസ്ലാമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സമാനമായി അവസാന നാളെ പരലോകത്ത് രക്ഷയ്ക്ക് പര്യാപ്തമാകുന്ന വിശ്വാസം, ഈമാൻ, ആ ഈമാനെ കുറിച്ച് കൂടി നൂറ് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആൻ ഹദീസും പരിചയപ്പെടുത്തുന്നു. അതെ, ഇറക്കിയ റബ്ബ് അവനെ കുറിച്ച് നൂറെന്ന് പറഞ്ഞു, ഇറക്കപ്പെട്ട ഗ്രന്ഥത്തെ പറ്റി നൂറ് എന്ന് പറഞ്ഞു. അത് സ്വീകരിച്ചാൽ മനസ്സുണ്ടാകുന്ന ആ ഈമാൻ, ആ വിശ്വാസം, അതേക്കുറിച്ച് നൂറെന്ന പ്രയോഗം പഠിപ്പിച്ചു. എങ്കിൽ എല്ലാ അർത്ഥത്തിലും വെളിച്ചമേകാവുന്ന, പ്രകാശം ചൊരിയാവുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് തിരിച്ചറിയാൻ സഹോദരന്മാരെ മറ്റെന്താണ് നമുക്ക് ആവശ്യമുള്ളത്? അതേപോലെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് റഹ്മാനായ റബ്ബിനെ കുറിച്ച് തന്നെ പറഞ്ഞ മറ്റൊരു പദപ്രയോഗം ഖുർആനിൽ പറഞ്ഞത് മുഹൈമിൻ എന്നാണ്. റഹ്മാനായ റബ്ബിനെ കുറിച്ച് മുഹൈമിൻ എന്ന പ്രയോഗമുണ്ട്. ഈ ഗ്രന്ഥത്തെ കുറിച്ചും മുഹൈമിൻ എന്ന പ്രയോഗമുണ്ട്. മുഹൈമിൻ എന്നത് അമീൻ എന്ന അർത്ഥം പണ്ഡിതന്മാർ കൽപ്പിച്ചതായി കാണാൻ കഴിയും. അമീൻ, നിർഭയമുള്ളവൻ, വിശ്വസ്തവൻ എന്നൊക്കെ അർത്ഥങ്ങളിൽ അമീൻ എന്ന അർത്ഥം ഈ മുഹൈമിൻ എന്ന വാക്കിന് പണ്ഡിതന്മാർ നൽകുന്നു. ശേഷം പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഖുർആൻ മുറുകെ പിടിക്കുന്നവൻ അവൻ നിർഭയനാണ്, അവന് അന്നുണ്ട്, നിർഭയത്വമുണ്ട്. ആ ഒരു അർത്ഥത്തിലാണ് ഖുർആനിന് മുഹൈമിൻ എന്ന പേര് വന്നത് എന്നർത്ഥം. ദുനിയാവിലും അവന് നിർഭയത്വമുണ്ട്, പരലോകത്തും നിർഭയത്വമുണ്ട്. ഇറക്കിയ റബ്ബാകട്ടെ അവനും അമീനാണ്, അവൻ എല്ലാ അർത്ഥത്തിലും അമീനാണ്, അവൻ മുഹൈമിനാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുകയും ചെയ്തു. മുഫസ്സിറുകൾ പറഞ്ഞു, വറബ്ബുൽ മുഹൈമിൻ അൻസലൽ കിതാബൽ മുഹൈമിൻ അലൻ നബിയിൽ അമീൻ. മുഹൈമിനായ റബ്ബ്, മുഹൈമിനായ കിതാബ്, അമീനായ റസൂല് സ്വീകരിക്കുന്ന വിശ്വാസിയോ അവൻ അമ്നുള്ളവനാണ്, നിർഭയത്വമുള്ളവനാണ്, മറ്റുള്ളവർക്ക് സാക്ഷിയാകേണ്ടവരുമാണ്, ശുഹദാ ആകേണ്ടവരാണ്, ഉമനാ ആകേണ്ടവരാണ് എന്ന് കൂടി കൂട്ടി വായിച്ചുകൊണ്ട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. സൂചിപ്പിച്ചത് ഏതർത്ഥത്തിൽ പരിശോധിച്ചാലും വിശുദ്ധ ഖുർആൻ എല്ലാ അർത്ഥത്തിലും അത്ഭുതമാണെന്നർത്ഥം. പക്ഷെ ഇത്രയധികം അത്ഭുതകരമായ ഗ്രന്ഥം ഖുർആനുൽ അജബ്, അത്ഭുതകരമായ ഗ്രന്ഥം കൈവശമുണ്ടായിട്ട് അതിന്റെ ആ ഒരു ദൈവികതയോ അതിന്റെ ആ ഒരു അത്ഭുതമോ ബോധ്യപ്പെടാനും ആ നിലക്കത് കൈകാര്യം ചെയ്യുവാനും പലപ്പോഴും മുസ്ലിം സമുദായത്തിന് സാധിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളെയും അടിസ്ഥാന കാരണം. വിശുദ്ധ ഖുർആൻ എന്നത് പലരുമാണ് ഉപയോഗിക്കുന്നത്. ചിലർക്കെങ്കിലും വിശുദ്ധ ഖുർആൻ ഉപജീവന മാർഗമാണ്, കച്ചവട വഴിയാണ്. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഭാവിയിൽ ഒരു സമൂഹം വരാനുണ്ട്, അവർ ഖുർആൻ ഓതിയിട്ട് ആ ഖുർആൻ കൊണ്ട് ഭക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഹദീസിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഖുർആൻ ഓതാം, പക്ഷെ ഖുർആൻ തിന്നാനുള്ള മാർഗമാക്കി
ഖുർആൻ ഉപജീവന മാർഗമാക്കി മാറ്റിക്കൂടാ എന്ന് പഠിപ്പിക്കുകയും അങ്ങനെ മാറ്റുന്നവരെ വരാനുണ്ട് എന്ന മുന്നറിയിപ്പ് ഹദീസ് നമുക്ക് കാണുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് സഹോദരന്മാരെ പിന്നീട് നമ്മൾ ലോകത്ത് കണ്ടത്. ഖുർആൻ എന്നത് ഉപജീവന മാർഗമായി മാറി പലർക്കും. വേറെ ചിലർക്കാവട്ടെ വിശുദ്ധ ഖുർആൻ മരിച്ചെടുത്ത് ഓതാനുള്ളതായി മാറി. അതും ഉപജീവനത്തിന്റെ മറ്റൊരു മാർഗം എന്ന നിലക്ക് മാത്രം, അല്ലാതെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടോ ആ നിലക്കുള്ള സുന്നത്താണ് എന്ന ആ ഒരു ആത്മാർത്ഥത കൊണ്ടോ ആണ് എന്ന് തീർച്ചയായും വിശ്വസിക്കാൻ നമുക്കാർക്കും നിർവാഹമില്ല. നേരെ മറിച്ച് മരിച്ചേടത്തോതി അതൊരു വാശിയായി മാറി അതിനും ചില എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ ഭൗതികമായി നേടാനുണ്ട് എന്ന തിരിച്ചറിവല്ലാതെ മറ്റെന്താണ് സഹോദരന്മാരെ അതിന് പിന്നിലുള്ളത്? വേറെ ചിലർക്കാവട്ടെ കലക്കി കുടിക്കാനും എഴുതി കെട്ടാനുമുള്ളതായി ഖുർആൻ മാറി. അതേ പ്ലേറ്റിൽ എഴുതി അത് കലക്കി കുടിച്ച് അതോടുകൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് വിശ്വസിക്കുന്ന ഖുർആൻ ശിഫയാണ് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ വന്നപ്പോൾ ആ ശിഫ എന്ന വാക്കിനെ അക്ഷരാർത്ഥത്തിൽ മാത്രം എടുത്തുകൊണ്ട് അതിനെ ഒതുക്കി അങ്ങനെ വിശുദ്ധ ഖുർആൻ എഴുതി കെട്ടാൻ, കലക്കി കുടിക്കാൻ, ഏലസാക്കി, ഹൈക്കല്ലാക്കി, അല്ലാത്ത രൂപത്തിലെല്ലാം എഴുതി കെട്ടി അടക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലെമ്പാടുമുണ്ട്. അവർ ഖുർആനിനെ ആ നിലക്കാണ് കണ്ടത്. മറ്റൊരു സമൂഹത്തിലാവട്ടെ ഖുർആൻ എന്നത് തങ്ങളുടെ ചില സ്വാർത്ഥമായ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്, ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഖുർആനിന്റെ അകമ്പടിയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആളുകളും ലോകത്ത് ഇല്ലാതെ ഇല്ല. അന്യനെ അന്യായമായി കൊന്നെടുക്കുമ്പോൾ, അന്യ രാജ്യങ്ങളിൽ പോയി അക്രമങ്ങൾ നടത്തുമ്പോൾ, ബോംബ് സ്ഫോടനങ്ങൾ നടത്തുമ്പോൾ, അവിടെ പോയി അന്യായമായ ഫിത്നകളും ഫസാദുകളും ഉണ്ടാക്കുമ്പോൾ അതിനും മേമ്പടിയായി ഉപയോഗിക്കുന്നത് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ തന്നെയാണ്. തീവ്രവാദ സംഘങ്ങൾ ഏത് നാട്ടിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദി ഗ്രൂപ്പുകൾ അടക്കമാണെങ്കിലും തങ്ങളുടെ സ്വകാര്യമായ ഗ്രൂപ്പ് യോഗങ്ങളിൽ, സ്വകാര്യമായ തങ്ങളുടെ അത്തരം ചില റിക്രൂട്ട്മെന്റ് മീറ്റിംഗ് അടക്കം വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി കൊടുത്തുകൊണ്ടാണ് എന്തേ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നില്ല, എന്തു പറ്റി നിങ്ങൾക്ക് ഇവിടെ പീഡിപ്പിക്കപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമെന്ന് പറയപ്പെട്ടാൽ എന്തേ നിങ്ങൾ ഇറങ്ങാത്തത്, നിങ്ങൾക്ക് എന്തു പറ്റി മാലക്കും തുടങ്ങിയ വചനങ്ങൾ അവർ ഓതിക്കൊണ്ടിരിക്കുകയാണ് സ്ഥാനത്തും അസ്ഥാനത്തുമെല്ലാമായി. അതേ ദുർബലന്മാരായ, അടിച്ചമർത്തപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട, മർദ്ദിതരായ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമെന്ന് പറയപ്പെട്ടാൽ എന്തേ പുറപ്പെടാത്തത്? നിങ്ങൾ എന്തേ ദുനിയാവിലെ ഭൂമിയിലേക്ക് കനം തൂങ്ങി നിൽക്കുന്നു? നിങ്ങൾക്ക് ദുനിയാവ് മതി എന്നാണോ? പരലോകത്തിനു പകരം ദുനിയാവിൽ തൃപ്തരായിരിക്കുകയാണോ? എന്തുപറ്റി നിങ്ങൾക്ക് എന്ന ഖുർആനിന്റെ വചനം, സമാനമായ വചനങ്ങൾ, ആ വചനം എടുത്തു കാണിച്ചുകൊണ്ട് എന്തേ പുറപ്പെടാത്തത് എന്ന് പറഞ്ഞ് ആയുധം മൂർച്ച കൂട്ടുന്ന ആ വഴിയിലേക്ക് ജനങ്ങളെ കൂട്ടുന്ന തീവ്രവാദി ക്യാമ്പുകളിലേക്ക് ആളെ കൂട്ടിക്കൊണ്ടുപോകുന്ന തീവ്രവാദി ഗ്രൂപ്പുകൾ ഇസ്ലാമിന്റെ പേരിൽ നമ്മുടെ നാട്ടിലും പ്രവർത്തിക്കുന്നു, ലോകത്ത് പല രാജ്യത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് തെളിവായി ഖുർആൻ ഉപയോഗിക്കുന്നു. അവർ ഖുർആനിനെ ആ ഒരു രംഗത്ത് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. ജീവിതത്തിന്റെ മറ്റു മേഖലകളിൽ ആ ഖുർആൻ അധ്യാപനങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. വിശ്വാസ മേഖലയിൽ, ആദർശങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, ആചാരങ്ങളിൽ, വ്യവഹാരങ്ങളിൽ, സംസ്കാരങ്ങളിൽ, കുടുംബജീവിതത്തിൽ, അയൽപ്പക്ക മര്യാദകളിൽ, സാമൂഹ്യ ബന്ധങ്ങളിൽ, അങ്ങനെ തുടങ്ങി ഏതേത് മേഖലയിലും വിശുദ്ധ ഖുർആനിന് അധ്യാപനമുണ്ടല്ലോ. ആ അധ്യാപനമൊക്കെ അവർ സ്വീകരിക്കുന്നുണ്ടോ? ആ അധ്യാപനമൊക്കെ അവർ ജീവിതത്തിൽ വഹിക്കുന്നുണ്ടോ? ഇല്ല സഹോദരന്മാരെ. പിന്നെ അവർക്ക് ഖുർആൻ ആവശ്യമുള്ളത് വാളിനെ മൂർച്ച കൂട്ടാൻ മാത്രമാണ്. അവർക്ക് ഖുർആൻ ആവശ്യമുള്ളത് അന്യായമായി ആക്രമിക്കാൻ മാത്രമാണ്. അവർക്ക് ഖുർആൻ ആവശ്യമുള്ളത് ഫിത്നയും ഫസാദും പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അവർക്ക് ഖുർആൻ ആവശ്യമുള്ളത് തീവ്രവാദ, ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. അതൊക്കെ ദീനിന്റെ വഴിയിലാണെന്ന് വരുത്തി തീർക്കാൻ, അതൊക്കെ ദീനിന് വേണ്ടിയാണെന്ന് വരുത്തി തീർക്കാൻ, ജീവിക്കുന്ന രാജ്യത്തിനെതിരെ, ജീവിക്കുന്ന നാടിനെതിരെ, അതേ പ്രജനതയ്ക്കെതിരെ എല്ലാമുള്ള പോരാട്ടങ്ങൾ, അതൊക്കെ ദീനിന്റെ വഴിയിലാണ്, അതൊക്കെ ജിഹാദാണ്, വിശുദ്ധ യുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്നിടത്ത് മാത്രമേ അവർക്ക് ആയത്തുകളും ഹദീസുകളും ആവശ്യമുള്ളൂ. ഇല്ല സഹോദര, അങ്ങനെ ഒതുക്കേണ്ടതെല്ലാം വിശുദ്ധ ഖുർആനിനെ. നേരെ മറിച്ച് അത് ഹുദയാണ്, അത് നൂറാണ്, അത് ബസായിറാണ്, അത് കിതാബാണ്, അത് ഫുർഖാനാണ്.
അത് എല്ലാ അർത്ഥത്തിലുമുള്ള സത്യാസത്യ വിവേചനമാണ്, അത് വെളിച്ചമാണ്, അത് പ്രകാശമാണ്, അത് മാർഗദർശനമാണ്. അതാണ് ഹഖ്, അതാണ് സത്യമായിട്ടുള്ളത്. അത് റബ്ബിൽ നിന്നാണ്, അത് മുഹൈമിനാണ്, അത് ഫസ്ലാണ്, വേർതിരിക്കുന്നതാണ്, തീരുമാനം പ്രഖ്യാപിക്കുന്നതാണ്, ഹുദയാണ്, ഹാദിയാണ്, മാർഗദർശനമാണ്, വഴികാട്ടിയാണ്. അത് പിൻപറ്റിയവനെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന, കൈയൊടിഞ്ഞവനെ നരകത്തിലേക്ക് കൊണ്ടുപോയി തള്ളുന്ന ഫസ്ലാണ്, ഖദാ ആണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അതുകൊണ്ട് ഖുർആനെ ആ ഒരു അർത്ഥത്തിൽ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതല്ലാതെ കേവലമായ താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ ക്ഷണികമായ അജണ്ടകൾക്ക് വേണ്ടി മാത്രം ആ ഖുർആനെ ഒതുക്കേണ്ടതല്ല. അതിനെന്തു വേണം സഹോദര? ഖുർആൻ പഠിക്കണം, ഖുർആനിലേക്ക് മടങ്ങണം. അതാണ് പരിഹാര മാർഗം. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നിടത്ത് ഈ പറയപ്പെട്ട ആശ്ചര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴും, ഈ ഖുർആനിന്റെ ഈ ഒരു അത്ഭുതം, ഈ ഖുർആനിന്റെ ഈ ഒരു അജബ് അതെല്ലാം എടുത്തു പറഞ്ഞപ്പോഴും, അതിനെ ഇജാസ് പരാമർശിച്ചപ്പോഴും, അതിന്റെ ആ മാനുഷികത ബോധ്യപ്പെടുത്തിയപ്പോഴും ഖുർആൻ ഇത്രയേറെ ആശയസമ്പന്നമാണ് എന്നും ഇത്രയേറെ ബൃഹത്താണ് എന്നും ഒക്കെ ഖുർആൻ പറഞ്ഞപ്പോഴും അതിന്റെ കൂടെ ഖുർആൻ എടുത്തു പറഞ്ഞ ഒന്ന് വലഖദ് യസ്സർനൽ ഖുർആൻ ലിൽദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ എന്നാണ്. വിശുദ്ധ ഖുർആൻ അത് പഠിക്കാൻ എളുപ്പമാണ്, അത് ആലോചിക്കാൻ എളുപ്പമാണ്, അത് ഗ്രഹിക്കാൻ എളുപ്പമാണ്, ഉറ്റാലോചിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഫഹൽ മിൻ മുദ്ദക്കിർ, ആരുണ്ട് പഠിക്കാൻ, ആരുണ്ട് ചിന്തിക്കാൻ, ആരുണ്ട് ആലോചിക്കാൻ, ആരുണ്ട് ഗ്രഹിക്കാൻ എന്ന ഖുർആന്റെ ചോദ്യം സഹോദര, അതിന് ഉത്തരം നൽകാനാണ് നമുക്ക് സാധിക്കേണ്ടത്. അത് ഖുർആൻ എനിക്ക് മനസ്സിലാവില്ല എന്ന് തീരുമാനിക്കാൻ ഇല്ല സഹോദര, നമുക്ക് അവകാശമില്ല. ഒരു കാലഘട്ടം അങ്ങനെ കഴിഞ്ഞു പോയി. നമ്മുടെ നാട്ടിൽ ആ വിഷയത്തിൽ പുസ്തകം പോലും ഇറങ്ങി. തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന പേരിൽ ഖുർആൻ പരിഭാഷക്കെതിരെ ജനങ്ങളെ താക്കീത് ചെയ്തുകൊണ്ട് ഇവിടെ ഗ്രന്ഥം പോലും എഴുതി. മലയാളത്തിൽ ഇവിടെ പുസ്തകം പോലും രചിക്കപ്പെട്ടു. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഉണ്ടാകണമെന്നില്ല സമാനമായ ഒന്ന്, ലോക ചരിത്രത്തിൽ ഉണ്ടാകണമെന്നില്ല സമാനമായ ഒന്ന്. ഒരു ജനതയുടെ വഴികാട്ടിയായി അവതരിക്കപ്പെട്ട ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥം പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന്, അതിന്റെ വരികൾക്ക് അർത്ഥം പറയാൻ പാടില്ല എന്ന്, അതിനർത്ഥം പഠിക്കൽ നിർബന്ധമില്ല എന്ന്, ഓതൽ പോലും നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണെന്നും ആ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്ത് പോലുമില്ല എന്നും വരെ എഴുതി പ്രചരിപ്പിക്കുന്നിടത്ത് അത്തരം ഒരു കാലഘട്ടം, ഒരു സമൂഹം ഇവിടെ കഴിഞ്ഞു പോയെങ്കിൽ ഇന്ന് മാറ്റം വന്നു. ഖുർആൻ ക്ലാസുകളെമ്പാടുമായി, ഖുർആൻ പ്രഭാഷണമെമ്പാടുമായി സീഡികളും പുസ്തകങ്ങളും ആ രംഗത്ത് ധാരാളമായി സമൂഹത്തിൽ നിന്ന് പ്രചരിക്കപ്പെട്ടു. ഖുർആനുമായി ബന്ധപ്പെട്ട മത്സര പരീക്ഷകൾ